സംസ്ഥാനത്ത് ആനകളെ എഴുന്നള്ളിക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. പിടികൂടുന്ന ആനകളെ ഉപയോഗിക്കുമ്പോൾ ബന്ധപ്പെട്ട ജില്ലാ സമിതിയുടെ അനുമതി വാങ്ങണമെന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയിൽ പറയുന്നുണ്ട്. ആന എഴുന്നള്ളിപ്പിന് 1 മാസം മുൻപ് അപേക്ഷ സമർപ്പിക്കണം. 2 എഴുന്നള്ളിപ്പുകൾക്കിടയിൽ ആനകൾക്ക് മതിയായ വിശ്രമം ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. ജില്ലാതല സമിതിക്കായിരിക്കും ഇതിന്റെ ചുമതലയെന്ന് മാർഗരേഖയിൽ പറയുന്നുണ്ട്. എഴുന്നള്ളിപ്പിൽ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്നും മാർഗരേഖയിൽ പറയുന്നു. ദിവസം 30 കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നടത്തിക്കരുത്. രാത്രി 10 മുതൽ രാവിലെ 4 മണി വരെ ആനകളെ യാത്ര ചെയ്യിപ്പിക്കരുത്. തുടർച്ചയായി 3 മണിക്കൂർ പ്രദർശനം പാടില്ലെന്നും ജനങ്ങളും ആനയും തമ്മിൽ 8 മണിക്കൂർ ദൂരപരിധി ഉറപ്പാക്കണമെന്നും മാർഗരേഖയിൽ പറയുന്നു. ആനകൾക്ക് മതിയായ ഭക്ഷണവും വെള്ളവും വിശ്രമ സ്ഥലവും ഉത്സവ കമ്മിറ്റിക്കാർ തയ്യാറാക്കണം. എഴുന്നള്ളിപ്പിന് മതിയായ സ്ഥല സൗകര്യമില്ലെങ്കിൽ ജില്ലാതല സമിതി അനുമതി നൽകരുതെന്നും എഴുന്നള്ളിപ്പിനുള്ള ആനകളുടെ എണ്ണം സ്ഥല സൗകര്യത്തിനനുസരിച്ച് മാത്രമാവണമെന്നും ആനകളെ തണലില്ലാത്ത സ്ഥലത്ത് 10 മിനിറ്റിൽ കൂടുതൽ എഴുന്നള്ളിക്കാനോ വെയിലുള്ളിടത്ത് തുടർച്ചയായി നിർത്താനോ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. നാട്ടാന പരിശീലനം സംബന്ധിച്ച് സുപ്രീം കോടതി 2015 പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സർക്കാർ പരാജയപ്പെട്ടെന്നും സൗകര്യപൂർവ്വം അത് അവഗണിച്ചെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള നിയമത്തിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും നിയമനിർമ്മാണം നടത്തുകയല്ലെന്നും കോടതി തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.